നമസ്കാരം. ക്രൊയേഷ്യക്കെതിരെ തകർപ്പൻ ആക്രമണ ഫുട്ബോളിലൂടെ വമ്പൻ ജയം നേടി ആകാശത്തോളം പ്രതീക്ഷകൾ ഉയർന്ന ഇംഗ്ലീഷ് പടയെ ബോസ്റ്റണിൽ ഘാന നിലം പരിശാക്കി. പുതിയ കോച്ച് തോമസ് തുഷേലിന്റെ കീഴിൽ കന്നി കിരീടം സ്വപ്നം കണ്ടിറങ്ങിയ ഇംഗ്ലണ്ടിന് പഴയ ഗാരത്ത് സൗത്ത് ഗേറ്റിന്റെ കാലത്തെ അതേ രണ്ടാം മത്സരശാപം വിനയാവുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. 2018 ലോകകപ്പിന് ശേഷം ഒരു പ്രമുഖ ടൂർണമെന്റിലെയും രണ്ടാം മത്സരം ജയിക്കാനാവാത്ത ഇംഗ്ലണ്ടിന്റെ കഷ്ടകാലം ഈ ലോകകപ്പിലും തുടരുകയാണ്. മുൻപ് 2020 യൂറോയിൽ സ്കോട്ട്ലൻഡിനോടും 2022 ലോകകപ്പിൽ USA ഇതേ രീതിയിൽ സമനില വഴങ്ങി ഇംഗ്ലണ്ട് 2024 യൂറോപ്പിലും ഇതേ കഥയാണ് ആവർത്തിച്ചത്. സൗത്ത് ഗേറ്റിന്റെ തന്ത്രങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കാൻ വന്ന തുഷേലും ഒടുവിൽ ബ്ലാക്ക് സ്റ്റാർസ് എന്ന് വിളിക്കപ്പെടുന്ന ഘാന ഒരുക്കി കരിങ്കൽ കോട്ട പോലെയുള്ള പ്രതിരോധത്തിന് മുന്നിൽ വഴിമുട്ടി നിൽക്കുന്നതാണ് ബോസ്റ്റണിൽ കണ്ടത്. മത്സരത്തിലുടനീളം 78% പന്തടക്കം കൈവശം വെച്ചിട്ടും ലക്ഷ്യത്തിലേക്ക് 3 ഷോട്ടുകൾ മാത്രം ഉതിർക്കാനേ ഇംഗ്ലണ്ടിന് സാധിച്ചുള്ളൂ. മൊത്തം 19 ഷോട്ടുകൾ അവർ പായിച്ചെങ്കിലും ഭൂരിഭാഗവും ഘാന പ്രതിരോധത്തിൽ തട്ടിത്തകരുകയായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മികവിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ 5 ഗോളിന് തകർത്തത് കണ്ട ആവേശത്തോടെ സ്റ്റേഡിയത്തിലെത്തിയ ആരാധകർക്ക് ഇംഗ്ലണ്ടിന്റെ വിരസമായ കളി വലിയ നിരാശയാണ് സമ്മാനിച്ചത്. ഘാന ലോ ബ്ലോക്ക് പ്രതിരോധം തീർക്കുമെന്ന് ഉറപ്പായിട്ടും കോച്ച് തുഷേൽ തെരഞ്ഞെടുത്ത ആദ്യ 11 ശരിയായിരുന്നു എന്ന ചോദ്യം ആരാധകർ ഉയർത്തുന്നുണ്ട്. വിങ്ങുകളിൽ ആന്റണി ഗോൾഡൻ, നോനി മഡുവേഗെ എന്നിവരെ ഇറക്കി ഹാരി കെയ്നെ പിന്തുണയ്ക്കാനായിരുന്നു തുഷേലിന്റെ ശ്രമം. പ്രതിരോധത്തിൽ ജോൺ സ്റ്റോൺസിനും നിക്ക ഒറേലിക്കും പകരം ഡിജെ സ്പെൻസും മാർക്ക് ഗുഹിയും മാത്രമാണ് മാറ്റങ്ങളായി എത്തിയത്. കളി തുടങ്ങിയ ആദ്യ പകുതിയിൽ പന്ത് മുഴുവൻ നിയന്ത്രിച്ചിട്ടും ഘാനയുടെ പ്രതിരോധം തകർക്കാൻ പോകുന്ന ക്രിയേറ്റിവിറ്റിയോ കൗശലങ്ങളോ വിങ്ങർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇതോടെ മുന്നേറ്റ നിരയിൽ ഹാരി കെയ്ൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി. ഹൈഡ്രേഷൻ ബ്രേക്കിനിടയിൽ ചെറിയ പാസുകളിലൂടെയും ലോങ് പാസുകളിലൂടെയും ഘാന പ്രതിരോധത്തെ തളർത്താൻ തുഷേൽ ആവശ്യപ്പെട്ടെങ്കിലും അത് മൈതാനത്ത് ഫലിച്ചില്ല. ആദ്യ പകുതിയിൽ ഡിക്ലാൻ റൈസ് എടുത്ത ലോങ് റേഞ്ച് ഫ്രീ കിക്ക് ബാറിന് മുകളിലൂടെ പറഞ്ഞത് മാത്രമാണ് ഇംഗ്ലണ്ടിന് ഓർക്കാൻ പോലെയുള്ള ഏക മുന്നേറ്റം. ഈ ലോകകപ്പിൽ തന്നെ ആദ്യമായി ഇരു ടീമുകളും ആദ്യ പകുതി ലക്ഷ്യത്തിലേക്ക് ഒരു ഷോട്ട് പോലും ഉതിർക്കാത്ത മത്സരമായി ഇത് മാറി. ഇംഗ്ലീഷ് കളിക്കാരുടെ നിരാശ എത്രത്തോളം ആയിരുന്നുവെന്ന് ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ സഹതാരം ശാന്തനാക്കി മാറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. രണ്ടാം പകുതിയിലെങ്കിലും മാറ്റങ്ങൾ വരുത്തുമെന്ന് കരുതിയെങ്കിലും തുഷേൽ 65 മിനിറ്റ് വരെ മാറ്റങ്ങൾക്ക് തയ്യാറായില്ല. പകരക്കാരനായി ബുക്കായോ സാക്കയും റെയ്ലിയും വന്നെങ്കിലും ഘാനയുടെ ബോക്സിലേക്ക് വന്ന പന്തുകളൊക്കെ അവർ വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്തു. കളി കൈവിട്ടു പോകുന്ന ഘട്ടത്തിൽ റഫറിയുടെ കടുങ്കൈ തീരുമാനങ്ങളാണ് ഇംഗ്ലണ്ടിനെ വലിയൊരു തോൽവിയിൽ നിന്നും നാണക്കേടിൽ നിന്നും രക്ഷിച്ചത്. 68 മിനിറ്റിൽ ഘാനയുടെ കൗണ്ടർ അറ്റാക്കിനിടെ ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡ് ബോക്സിന് പുറത്തേക്ക് ഓടിയെത്തി ഘാന താരം പ്രിൻസ് അഡുവുമായി ആക്രമിച്ചു കൂട്ടിയിടിച്ചെങ്കിലും റഫറി അനുകൂലമായി വിസിലടിച്ചത് ഇംഗ്ലണ്ടിനാണ്. പിന്നെ 80 മിനിറ്റിൽ പ്രതിരോധ താരം എസ്വി ഖൗൻസ ബോക്സിനുള്ളിൽ വെച്ച് അതുവിനെ ഫൗൾ ചെയ്തത് വ്യക്തമായ പെനാൽറ്റിയാണെന്ന് റീപ്ലേകളിൽ വ്യക്തമായിട്ടും വാറോ ഓൺ ഫീൽഡ് റഫറിയോ അത് പരിശോധിക്കാൻ പോലും തയ്യാറായില്ല. മത്സരത്തിന്റെ 87 മിനിറ്റിൽ ഇംഗ്ലണ്ടിന്റെ കളി ജയിക്കാനുള്ള സുവർണാവസരം ലഭിച്ചു. റെയ്ലിയുടെ ഷോട്ട് പോസ്റ്റിലിടിച്ച് മടങ്ങിയ പന്ത് ബോക്സിനുള്ളിൽ ഹാരി കെയ്ന്റെ കാൽക്കിലെത്തിയെങ്കിലും ആദ്യ കളിയിൽ 2 ഗോൾ അടിച്ച ക്യാപ്റ്റൻ പന്ത് ഗാലറിയിലേക്ക് അടിച്ചു കളഞ്ഞു. ഇതോടെ ഗ്രൂപ്പിൽ ഇരു ടീമുകൾക്കും 4 പോയിന്റ് വീതമായി. വരാനിരിക്കുന്ന വലിയ മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് വെറും കടലാസ് പുലികളാണോ അതോ യഥാർത്ഥ കിരീട പോരാളികളാണോ എന്ന ചോദ്യം ഈ കളിയിലൂടെ ബാക്കിയാവുകയാണ്. ഗുണനിലവാരമില്ലായ്മയാണ് ഈ സമനിലയ്ക്ക് കാരണമെന്നും തുടക്കത്തിൽ തന്നെ ഒരു ഗോൾ നേടിയില്ലെങ്കിൽ ഇത്തരം ടീമുകൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രതിരോധിക്കുമെന്നും മത്സരം കഴിഞ്ഞയുടൻ ഹാരി കെയ്ൻ തുറന്നു സമ്മതിച്ചു. വരും ദിവസങ്ങളിൽ പനാമയ്ക്കെതിരെ നടക്കുന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്നാണ് വിലയിരുത്തലുകൾ.